ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ LST വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ്. അതുകൂടാതെ കുറച്ച് അഡീഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക. ബാക്ക് ടു റിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, അതായത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ 14-ാം തീയതി കൃത്യം 7:30 കേട്ടോ. അപ്പോൾ IPL മത്സരങ്ങളൊക്കെ തീരാറായി, എല്ലാവർക്കും അറിയാമല്ലോ. I think 74 സംതിങ് മത്സരങ്ങളേ ഉള്ളൂ. ഇനി ഏകദേശം ഒരു 10-11 മത്സരങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കടികട്ടിയായിട്ടുള്ള മത്സരങ്ങളായിരിക്കും. പോയിന്റ് ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 64-ാമത്തെ മത്സരമാണിത്. അപ്പോൾ 64 എന്ന് പറയുമ്പോൾ 74 ഇനിയിപ്പോൾ എത്ര തന്നെ ഉണ്ട്, ആകെ ഒരു 10 മത്സരം കൂടെ, ഒരു 10 മാച്ച് കൂടെ ഉള്ളൂ. സോ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മുടെ KKR ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ട്. ദെൻ ഇനി ഇതിൽ പോസിബിലിറ്റീസ് ഉള്ള നമ്മുടെ ഡൽഹിക്ക് LSTക്കാണ്. ഇനിയുള്ള മത്സരങ്ങൾ LST 2 മത്സരങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ കൺഫേം ആയിട്ട് പ്ലേ ഓഫിലോട്ട് കയറും. അതും ഡൽഹി ആണെങ്കിൽ ഒരു മത്സരമേ ഉള്ളൂ. ഡൽഹിക്ക് ഈ മത്സരം വിൻ ചെയ്താൽ മാത്രമേ പ്ലേ ഓഫിലോട്ട് കയറാനുള്ള ചാൻസസ് കൂടുതലായിട്ടുള്ളൂ. സോ എന്തായാലും ഡൽഹി വിൻ ചെയ്യണം, അതും അത്യാവശ്യം നല്ല റൺ റേറ്റോടുകൂടെ വിൻ ചെയ്യണം. സോ അവരെന്തായാലും നല്ല രീതിയിൽ റൺസ് എടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ബൗളിംഗ് ആണെങ്കിലും ഫാസ്റ്റ് ബൗളേഴ്സിനെ കൊണ്ട് ഒരുപാട് വിക്കറ്റ്സ് എടുപ്പിക്കാൻ നോക്കും. ടോപ്പ് ഓർഡർ തന്നെ വിക്കറ്റ്സ് പോയാൽ തന്നെയല്ലേ അവർക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് റൺ റേറ്റ് വേണം. സോ റൺ റേറ്റ് വേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ലൊരു ഇന്നിങ്സ്, അതുപോലെ സെക്കൻഡ് ബൗളിംഗ് ആണെങ്കിലും ആ ഒരു ബൗളിങ്ങിൽ നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിൽ വിക്കറ്റ്സ് ഒരുപാട് വീഴും. നമ്പറൊന്നും പറയാൻ പറ്റില്ല. മിനിമം ഒരു ഇന്നിങ്സിൽ 5 വിക്കറ്റെങ്കിലും മിനിമം വീണിരിക്കും. ടോട്ടലി 15 വിക്കറ്റ് എങ്കിലും മിനിമം വീഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എല്ലാ മത്സരങ്ങളും. ഈ ഒരു മത്സരം തീർച്ചയായിട്ടും നമുക്ക് അത്രയും വിക്കറ്റ്സ് വീഴും തന്നെ പ്രതീക്ഷിക്കാം. 15 മത്സരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വീഴും തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നമുക്ക് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ റീസെൻ്റ് നടന്ന പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ DC വേഴ്സസ് RR തമ്മിലൊരു റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയ് 7-ാം തീയതി നടന്ന ഒരു മത്സരമായിരുന്നു. ഫസ്റ്റ് ബാറ്റ് നമ്മുടെ DCക്ക് ആയിരുന്നു 221 റൺസിന് 8 വിക്കറ്റ് ആയിരുന്നു പോയത്. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ ജെയ്ക്ക് ഫ്രെൻസറാണ്. ഏകദേശം 20 ബോളിൽ അദ്ദേഹം 50 റൺസാണ് സ്കോർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അഭിഷേക് പോരലാണെങ്കിലും 36 ബോളിൽ അദ്ദേഹം 65 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ഹസ്തർ പട്ടേൽ, ദെൻ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അങ്ങനെ ഗുൽബൈദിൻ നൈബ്, മറ്റേ ഒരു അഫ്ഗാനിസ്ഥാൻ ബോളറല്ലേ, ബോളിംഗ് ഓൾറൗണ്ടറാണ്. ബോളിംഗ് പ്ലസ് ബാറ്റിംഗ് അവൻ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് രവിചന്ദ്ര അശ്വിൻ 3 വിക്കറ്റ്, 1 വിക്കറ്റ്, വീരേന്ദ്ര ചഹൽ 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സാണ്. അതായത് ട്രെൻഡ് ബോൾട്ടും സന്ദീപ് ശർമ്മയും കൂടെയാണ്. ടോട്ടലി നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഫാസ്റ്റ് ബോളേഴ്സാണ്. 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 2 വിക്കറ്റ് സ്പിന്നർ എടുത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുമ്പോൾ ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ്, മുകേഷ് കുമാർ 2 വിക്കറ്റ്, ഒരു വിക്കറ്റ് അസ്തർ പട്ടേൽ, 2 വിക്കറ്റ് കുൽദീപ് യാദവ്, തന്നെ അതുപോലെ തന്നെ റാസിഖ് സലാം 1 വിക്കറ്റാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ്. ഏകദേശം 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വിക്കറ്റ് സ്പിന്നേഴ്സ് എടുത്തുള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ 7 വിക്കറ്റ്സ് ഫാസ്റ്റ് ബോളേഴ്സും ദെൻ 5 വിക്കറ്റ്, 7 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിന് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ബട്ട് മെയിൻ ബോളേഴ്സ് ആയിട്ടുള്ള കുൽദീപ് യാദവും പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടീമായപ്പോൾ നമ്മുടെ ഡൽഹിത്തെ ആൾ തന്നെ പറഞ്ഞു. LSTയിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ബോളിംഗ് നോക്കുന്ന സമയത്ത് രവി ബിഷ്ണോയ് ഉണ്ട്. അപ്പോൾ ബിഷ്ണോയും നല്ലൊരു ഓപ്ഷനാണ്. സ്പിന്നേഴ്സിൽ നിങ്ങൾക്ക് 2 ആളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഷ്ണോയും കുൽദീപ് യാദവാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അസ്തർ പട്ടേൽ ഇട്ടതിന് ഡുവൽ അഡ്വാൻറ്റേജ് ആയി. ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ലൊരു പിക്കായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണേ കുൽദീപ് യാദവിന് പകരം. ഇതിനേപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വേറൊരു മത്സരം കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പെർഫോമൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് DC തമ്മിൽ നടന്നൊരു മത്സരമായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ DCക്ക് തന്നെയായിരുന്നു. 257 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ. അതേസമയം മുംബൈ ഇന്ത്യൻസ് 247 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-12 റൺസിനാണ് തോറ്റത് കേട്ടോ. ഇതിലേറ്റവും റൺസ് സ്കോർ ചെയ്തത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ DCക്ക് തന്നെയായിരുന്നു. റൺസ് കൂടുതൽ സ്കോർ ചെയ്തത് നമ്മുടെ ജെയ്ക്ക് ഫ്രെൻസറും. ദെൻ അതുപോലെ തന്നെ 27 ബോളിൽ 84 റൺസാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ അഭിഷേക് പോരൽ 36 റൺസ്, അതുപോലെ തന്നെ ഷായ് ഹോപ്പ് 41 റൺസ്, ഋഷഭ് പന്ത് 29 റൺസ്, ട്രിസ്റ്റൻ സ്റ്റബ്സ് 48 റൺസ്.
അത്യാവശ്യം ട്രിസ്റ്റൻ സ്റ്റബ്സും പിന്നെ അതുപോലെ തന്നെ ജെയ്ക്ക് ഫ്രണ്ട്സറും അഭിഷേക് പോറലൊക്കെ നല്ല ഇന്നിങ്സ് റെക്കോർഡ്സ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഒരു വിക്കറ്റ് ബൂംറ, ഒരു വിക്കറ്റ് വുഡ്, ഒരു വിക്കറ്റ് ചൗള, ഒരു വിക്കറ്റ് നബി, അതായത് 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 2 വിക്കറ്റ് സ്പിന്നറുമാണ്. ഇതിന് ഓപ്പോസിറ്റ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് മുകേഷ് കുമാർ 2 വിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ്, 3 വിക്കറ്റ് റാസിഖ് സലാമാണ്. മുകേഷ് കുമാർ ഈ ഗ്രൗണ്ടിൽ കളിച്ച മിനിമം 2 വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി 2 മത്സരത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ഓവറോൾ പറയുന്ന സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഏകദേശം ഒരു 8, 3, 3, 6, 6, 2, 8, 8, 2, 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും വേറെ 2 വിക്കറ്റ് മാത്രം സ്പിന്നർ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു മത്സരം എങ്ങനെ നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ DC-ക്ക് ആകെ ഒരു മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു മത്സരത്തിൽ അത്യാവശ്യം നല്ല റൺ റേറ്റോടെ വിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ DC-ക്ക് പ്ലേ ഓഫ് കിട്ടത്തുള്ളൂ. then അതുപോലെ തന്നെ LSG-ക്ക് ആണെങ്കിൽ ഇനി 2 മത്സരമുണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന്. പക്ഷേ ഇനിയുള്ള 2 മത്സരങ്ങൾ വിൻ ചെയ്താലേ അവർക്കൊരു സേഫ് സോണിലോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ബാക്കി ഡൗട്ടാണ്. കാരണം LSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് പോയിന്റ്സിൽ കുറച്ച് മൈനസ് പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ കണ്ടില്ലേ, -769 ആണ്. അത്യാവശ്യം നല്ല മൈനസ് ഉണ്ട്. അപ്പോൾ നല്ല റൺ റേറ്റോടെ വിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ 2 വിൻ ചെയ്യുക, അതാണ് അവരുടെ ആകെയുള്ള വഴി. സോ എന്തായാലും അത് തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കാണാമെന്ന് വിചാരിക്കുന്നു ഇരു ടീമുകളുടെയും. ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ പിച്ച് റിപ്പോർട്ടുമാർ പറയുന്ന സമയത്ത് 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസ് 80% ഉണ്ട്. അധികം ഒന്നും പെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷേ പെയ്യാനും ചാൻസ് ഉണ്ട്. ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 169 റൺസാണ് ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 520 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 313 വിക്കറ്റ്സുമാണ് ഇവിടെ ഓവറോൾ ടേക്ക് ചെയ്തത്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാസ്റ്റ് ബോളേഴ്സിനുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിനെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 2-3 കിഡിൽ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആട്ടോ. ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഫോക്കസ് ഇലവനെ പറ്റിയാണ്. ഈ ഒരു ഫോക്കസ് ഇലവനെ പറ്റി പറയുമ്പോൾ ഡെയിലി ഒരു ഗിവ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫാൻറ്റസി ഇല്ലാത്ത ഒരു കിഡിലൻസ് ഓപ്ഷനാണ്. നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷനിലൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതായത് 5-in-1 പിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രീം ലെവലിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 11 ആളെ പിക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടീം ഇറക്കാനായിട്ട് സാധിക്കും. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കിഡിലെ ഫീച്ചറാണ്. അതുപോലെ തന്നെ കോൺടസ്റ്റുള്ള എൻട്രി ഫീസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതെ തീർച്ചയായിട്ടും ഫോക്കസിലെ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവും. അതുപോലെ തന്നെ ചോയ്സിൽ ഞാൻ അടുത്തായിട്ട് പറയാനുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഉണ്ടല്ലേ 49 രൂപയുടെ 39 ഉള്ളൂ. അതുപോലെ ഓരോ സമയത്ത് ഇവർ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്ത് ഓരോ മാച്ചസിനും ഓരോ എൻട്രി ഫീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രീം ഇലവനിൽ ഏകദേശം 3850 രൂപ വരുന്ന കോൺടസ്റ്റ് 3500 ഉള്ള ഏകദേശം 350 രൂപ ഡിഫറൻസ്. ചെറിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, അത്യാവശ്യം നല്ലൊരു വേരിയേഷൻ ഉണ്ട്. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തതിനും ചോയ്സില്ല, നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറച്ച് കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ലിങ്ക് വഴി കയറാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വെറുതെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നോക്കിയാൽ ഇവിടെ ഒരു ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്പിൽ. ഇതിൽ 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പിന്നാൻ പറ്റും. ഇതുവരെ ഈ ഫീച്ചർ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോർമൽ ഡ്രീം ഇലവൻ പോലെ തന്നെ കോൺടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഡ്രീം ഇലവനിൽ ഏകദേശം 299 രൂപ വരുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ ഇലവനും ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ വിഷൻ ഇലവൻ മാത്രമേ ഉള്ളൂ. ഇതാണ്ടല്ലേ ആകെ 7000 സ്പോട്ടേ ഉള്ളൂ. ഞാനപ്പോൾ വേഗം ഒരു ടീം ഇട്ടിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇത് ഗീവേ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. ഒരു ടീം സിമ്പിളായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തു. ഇതാ ക്യാപ്റ്റന് VC ഇട്ട് കൊടുത്തു. 0 റുപ്പീസിനെ ജോയിൻ ചെയ്യുന്നത് കണ്ടില്ലേ. ഒരൊറ്റ രൂപ കൊടുത്തില്ല. ഫസ്റ്റ് വന്ന 5000, സെക്കൻഡ് വന്ന 2000, പിന്നെ 1000, അങ്ങനെ പ്രൈസ് പോൾ പോകുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി കോൺടസ്റ്റിൽ എൻട്രി ഫീസ് കുറവായിട്ട് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷൻ ഇലവൻ. ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ നമ്മുടെ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് നമുക്ക് വരാം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിലാണെങ്കിൽ ജെയ്ക്ക് ഫ്രണ്ട്സർ, അതുപോലെ തന്നെ അഭിഷേക് പോരൽ, ഷായ് ഹോപ്പ്, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സബ്സ്, അതുപോലെ തന്നെ നൈബ്, തന്നെ അസ്തർ പട്ടേൽ, റാസിഖ് സലാം, കുൽദീപ് യാദവ്, അതുപോലെ തന്നെ മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്, ഇത്രയും പേരാണ് നമ്മുടെ DC-യിലുള്ളത്. അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇഷാന്ത് ശർമ്മയാണ് കേട്ടോ.
ദെൻ അതുപോലെ തന്നെ ലക്നൌവിൽ നോക്കിയാൽ ഡീകോക്ക്, കെ എൽ രാഹുൽ, മാർക്കസ് സ്റ്റോണിസ്, ദെൻ നിക്കോളസ് പോറൻ, ആയുഷ് ബദോനി, അതുപോലെ ദീപക് ഹൂഡ, കൃണോൾ പാണ്ഡ്യ, കൃഷ്ണപ്പ ഗൗതം, യാഷ് താക്കൂർ, അതുപോലെ തന്നെ രവി ബിഷ്ണോയ്, ദെൻ അതുപോലെ തന്നെ നവീനാണ്. ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ മണിമാറൻ സിദ്ധാർത്ഥ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒരു തമിഴ് പ്ലെയർ ആണ്. ഇതിൽ കീ പ്ലെയേഴ്സ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഋഷഭ് പന്ത് ആണ്. ദെൻ അതുപോലെ തന്നെ ഋഷഭ് പന്തും കുൽദീപ് യാദവ്, രണ്ടുപേരിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ദെൻ കെ എൽ രാഹുലും അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഋഷഭ് പന്ത് വരുമെന്ന് അതിനുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. മേ ബി കൂടുതൽ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കീ പ്ലെയേഴ്സായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, കെ എൽ രാഹുൽ ഇവരൊക്കെയാണ്, മാർക്കസ് സ്റ്റോണിസ് ഒക്കെയാണ്. then അതുപോലെ തന്നെ ഓതോസ് പിക്കായിട്ട് രണ്ടാളെ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുന്ന ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഋഷഭ് പന്തും കെ എൽ രാഹുലും തീർച്ചയായിട്ടും നിങ്ങളെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡി സിയിലെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സസ്പെൻഡ് അതൊന്നും കാര്യമില്ല. ദെൻ അതുപോലെ തന്നെ ഡി സിയിൽ കീ പ്ലെയേഴ്സ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ജെയ്ക് ഫ്രൻസറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഏകദേശം ഇതുവരെ കളിച്ച 8 ഇന്നിങ്സിൽ നിന്ന് ഏകദേശം അദ്ദേഹം 330 റൺസാണ് സ്കോർ ചെയ്യുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 237 ആണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ ജെയ്ക് ഫ്രൻസർ. പിന്നെ അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണെങ്കിൽ റീസെൻ്റ് ഒരു മത്സരം കളിച്ചില്ല, ബട്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ കളിക്കാൻ ചാൻസസ് ആണ്. ഇതുവരെ 12 മത്സരങ്ങളിൽ നിന്ന് 413 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. സോ ഇതുവരെ നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. അതിലിടയ്ക്ക് മുകളിൽ വെച്ചിടും. അതേപോലെ തന്നെ കുൽദീപ് യാദവിനെ ഇതുവരെ നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ കുൽദീപ് യാദവ്. സോ അദ്ദേഹം നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ ആണെങ്കിലും ഇതുവരെ അഗെയിൻസ്റ്റ് RCB ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ 57 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ 221 റൺസ് ഈ ഒരു IPL അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10 വിക്കറ്റ് ഈ ഒരു IPL കരിയറിൽ ഈ 2024 IPL കരിയറിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LSTയെ പറ്റി നോക്കുന്ന സമയത്ത് കെ എൽ രാഹുലിനെ പറ്റി പറയുമ്പോൾ ഈ ലാസ്റ്റ് നടന്ന മത്സരത്തിൽ 33 ബോളിൽ 29 റൺസാണ് എടുത്തത്. ബട്ട് എന്നാലും അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് ഇന്നത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് LSTയുടെ ഭാഗത്ത് നിന്ന്. സോ അൺപ്രെഡിക്റ്റബിൾ ആണുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. കൂടുതലായിട്ട് ആര് കളിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെ ആയിരിക്കും. ദെൻ നിക്കോളസ് പോറനാണെങ്കിലും തീർച്ചയായിട്ടും റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. ഏകദേശം അദ്ദേഹം ഈ ഒരു 10-12 മത്സരങ്ങളിൽ നിന്ന് 363 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ടീമിൽ ഇടുന്നത്. ബാറ്റിംഗ് മിഡിൽ ഓർഡർ ആണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഔട്ട് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ യാഷ് താക്കൂർ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് 10 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റ്സ് എടുത്തത് നമ്മുടെ LSTയുടെ ഒരു കീ ബോളറാണ് യാഷ് താക്കൂർ. സോ അദ്ദേഹത്തിന് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അദ്ദേഹത്തെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ LST വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിൽ എന്തായാലും ഒരു കട്ടിയായിട്ടുള്ള മത്സരമായിരിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതിന് തൊട്ട് താഴെ 7:00 തന്നെ നമ്മുടെ അയർലാൻഡ് വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു മത്സരമാണ്. സോ ആ ഒരു മത്സരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. കുൽദീപ് യാദവിനെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുകേഷ് കുമാറിനെ എടുക്കുന്നുണ്ട്. LSTയിൽ നിന്ന് നമ്മൾ നവീനെ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബിഷ്ണു എടുക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ മാർക്കസ് സ്റ്റോണിസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. then അതുപോലെ തന്നെ അസ്തർ പട്ടേലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ അസ്തർ പട്ടേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ ടീമിൽ. അതുപോലെ തന്നെ ട്രിസ്റ്റൻ സബ്സും ജെയ്ക് ഫ്രൻസറും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. then അതുപോലെ തന്നെ ഋഷഭ് പന്ത് കളിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത DCക്ക് കുറച്ചുകൂടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് നമ്മുടെ LKLിലാണ് കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണ്ടത്. അപ്പോൾ ദീപക് ഹൂഡ അല്ലെങ്കിൽ നമുക്ക് ബദോനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ കൃഷ്ണപ്പ ഗൗതം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ തീർച്ചയായിട്ടും ബാറ്റിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് അദ്ദേഹത്തിന് ഹൈ ആണ്. സോ അദ്ദേഹം ഒരു കീ പ്ലെയർ ആയിട്ട് നമ്മുടെ ടീമിൽ തന്നെ കിടന്നോട്ടെ. ജെയ്ക് ഫ്രൻസറിനാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്റ്റൻസി രാഹുലിനെ കൊടുക്കാം. ഞാൻ രാഹുലിനെ കൊടുക്കുന്നത് കാരണം കുറച്ചുകൂടെ ഓപ്ഷൻ നമ്മുടെ രാഹുലാണ് സേഫ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അദ്ദേഹത്തിന്. ടീം നോക്കുന്ന സമയത്ത് കെ എൽ രാഹുൽ, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, ജെയ്ക് ഫ്രൻസർ, ട്രിസ്റ്റൻ സബ്സ്, മാർക്കസ് സ്റ്റോണിസ്, അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, കൃഷ്ണപ്പ ഗൗതം, അതുപോലെ തന്നെ കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, നവീൻ, ഇത്രയും പേരാണ് നമ്മുടെ ടീമുള്ളത്. അപ്പോൾ ഇതൊരു പ്രിവ്യൂ ടീം മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവരും ഗുഡ് ബൈ ഫ്രണ്ട്സ്.